കേരളത്തെ ഒന്നടങ്കം നടുക്കിയ വടകരയിലെ MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കേവലം സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമിട്ടായിരുന്നില്ല ഇവർ പ്രവർത്തിച്ചിരുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥിനികളെയും യുവതികളെയുമാണ് ഈ അധ്യാപികമാർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. വിദ്യാർത്ഥിനികളുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയും നിരന്തരമായ ചാറ്റിംഗിലൂടെ സൗഹൃദം സ്ഥാപിച്ച ശേഷം ഇവരെ ലഹരി ശൃംഖലയിലെ കണ്ണികളാക്കി മാറ്റുകയുമായിരുന്നു ഇവരുടെ പ്രവർത്തന രീതിയെന്ന സംശയമടക്കം ശക്തമായിട്ടുണ്ട്. പേരാമ്പ്ര BRCയിലെ ട്രെയിനറും ആവള കുട്ടേടത്ത് സ്വദേശിനിയുമായ വലിയപറമ്പിൽ നീഷ്മ, കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശിനി കൊല്ലനാരി കാവ്യ, മരുതോങ്കര സ്വദേശിനി KC കീർത്തന എന്നിവരും ഇവരുടെ ലഹരി ഇടപാടുകളിലെ കൂട്ടാളിയായ ഇരട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസുമാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന കൂടുതൽ അധ്യാപികമാരെ ഈ ലഹരിക്കണ്ണിയുടെ ഭാഗമാക്കാൻ ഇവർ സജീവമായി ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ കേവലം ലഹരി മരുന്ന് വിൽക്കുന്ന ഏജന്റുമാർ മാത്രമായിരുന്നില്ല. എന്നാൽ സ്വയം ലഹരി ഉപയോഗിച്ചു തുടങ്ങുകയും അത് ഒഴിവാക്കാനാകാത്ത വിധം ആസക്തരാവുകയും ചെയ്തതോടെയാണ് ലഹരി വാങ്ങാൻ പണമില്ലാതെ ഇവർ മാഫിയയുടെ സജീവ ഏജന്റുമാരായി മാറുന്നത്. സ്വന്തമായി ലഹരി വാങ്ങാനുള്ള പണം കണ്ടെത്താനും ആഡംബര ജീവിതം നയിക്കാനും വേണ്ടിയാണ് പിന്നീടിവർ മേഖലയിലെ വൻകിട ലഹരി വിതരണക്കാരായി മാറിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഓൺലൈൻ ഫുഡ് ആപ്പുകളുടെ മറവിലായിരുന്നു വടകരയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി എത്തിച്ചു നൽകിയിരുന്നത്. സമൂഹത്തിൽ മാന്യമായ അധ്യാപന ജോലി ചെയ്യുന്ന യുവതികളായതിനാൽ സംശയത്തിന്റെ നിഴലിൽ വീഴാതെ തന്നെ രക്ഷപ്പെടാൻ ഇവർക്ക് എളുപ്പം സാധിച്ചു. ഫുഡ് ഡെലിവറി നടത്തുന്നതിന്റെ മറവിൽ ലഹരി വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ ജിജിൻ പിടിയിലായതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുകളുണ്ടായതും അധ്യാപികമാരുടെ പങ്ക് പുറത്തുവന്നതും. ലഹരിക്കടത്തിന് മറയാക്കാൻ വിചിത്രവും വൈവിധ്യവുമാർന്നതായ വഴികളാണ് ഈ സംഘം കണ്ടെത്തിയിരുന്നത്. സൂംബ ഡാൻസ് ക്ലാസുകൾ, ബൺ വിൽപ്പന തുടങ്ങി ആളുകൾ തടിച്ചുകൂടുന്ന ഇടങ്ങളും ബിസിനസ്സുകളും ഇവർ മയക്കുമരുന്ന് കൈമാറ്റത്തിനായി ഉപയോഗിച്ചു. ലഹരി ആവശ്യക്കാർ ഇവർ പണം നൽകി കഴിഞ്ഞാൽ സൂംബ ക്ലാസുകളുടെയോ മറ്റു കേന്ദ്രങ്ങളുടെയോ മറവിൽ രഹസ്യമായി ലഹരി മരുന്ന് എത്തിക്കുന്നതായിരുന്നു രീതി. ബംഗളൂരു, മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻകിട അന്തർ സംസ്ഥാന ലഹരി കാർട്ടലുകളുമായി ഈ അധ്യാപികമാർക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ രാസലഹരി കോഴിക്കോട്ടേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. ബംഗളൂരുവിലേക്കും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇവർ നടത്തിയ ആഡംബര യാത്രകളുടെയും മദ്യപാന പാർട്ടികളുടെയും വീഡിയോകളും ചിത്രങ്ങളും ഇവർ പതിവായി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഈ യാത്രകളുടെ മറവിലാണ് ലഹരിമരുന്ന് കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത്. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 2 ആഴ്ച മുൻപ് റിസ്വാൻ എന്നയാളെ MDMAയുമായി വടകരയിൽ വെച്ച് പിടികൂടിയതാണ് കേസിൽ വഴിത്തിരിവായത്. റിസ്വാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് BRCയിലെ താൽക്കാലിക കായിക അധ്യാപികയായ കീർത്തനയെക്കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നത്. തുടർന്ന് കീർത്തനയെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപ്രവർത്തകയായ കാവ്യയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മൂന്നാമത്തെ അധ്യാപികയായ നീഷ്മയും കുടുങ്ങിയത്. ലഹരി ഇടപാടുകാരുമായി നേരിട്ട് ബന്ധപ്പെടാതെ പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ഡിജിറ്റൽ ഇടപാടുകളാണ് ഇവർ നടത്തിയിരുന്നത്. ആവശ്യക്കാർ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുക്കും. പണം ലഭിച്ചാൽ ലഹരി സംഘത്തിലെ മറ്റൊരാൾ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ MDMA ഒളിപ്പിച്ച ശേഷം അതിന്റെ കൃത്യമായ ലൊക്കേഷൻ ഈ അധ്യാപികമാർക്ക് നൽകും. അധ്യാപികമാർ ഈ ലൊക്കേഷൻ വാങ്ങലുകാർക്ക് മെസ്സേജ് വഴി കൈമാറുന്നതായിരുന്നു ഇവരുടെ തന്ത്രം. ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഇവരുടെ അക്കൗണ്ടുകൾ വഴി മറിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഇവർ പണമിടപാടുകൾ മാത്രമാണ് നടത്തിയിരുന്നത്. പിന്നീടാണ് നീഷ്മയെ ചോദ്യം ചെയ്തതും 3 പേരും കടുത്ത MDMA ഉപഭോക്താക്കളാണെന്ന ഞെട്ടിക്കുന്ന വിവരം കിട്ടിയത്. സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായ വഴിവിട്ട സൗഹൃദങ്ങളാണ് ഇവരെ മയക്കുമരുന്ന് മാഫിയയുടെ വലയിലാക്കിയത്.